സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോണു മീനുട്ടി? ചേന അവിക്കാൻ പോയി കേട്ടോ. അപ്പൊ ഇന്നത്തെ കാഴ്ചകളെല്ലാം നമ്മുടെ ചേന അവിക്കണേന്റെ ഇതിലും കാണിക്കും. നമ്മള് ബാവച്ചുകുട്ടിയൊന്നുമില്ല, ബാവച്ചുകുട്ടിക്ക് സുഖമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയണ്ട. അപ്പൊ ഓക്കെ, റെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരുടെ ചേന അവിക്കാം. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം അല്ലേ? ഇത് കണ്ടല്ലോ, ഇതാണ് ചേന. ഇതുപോലെ ചേനയുള്ളൂ, നമ്മുടെ ആവശ്യത്തിനുള്ള ചേന ഉണ്ടല്ലോ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കാണിക്കാം അല്ലേ? അപ്പൊ ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മളെ പാപ്പ എന്തിനാണ് ചേന ചെറുതാക്കിയത്? ചേന കട്ട് ചെയ്തെടുക്കുക. എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാം. അതെ, ഭയങ്കര പാടാണല്ലേ ചേന കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ചേന നോക്കി കണ്ടു എടുത്തില്ലെങ്കിൽ ചോറ് ഞൂപ്പാട് വരും. നമ്മളെ അമ്മ വന്നേണല്ലേ? എന്താ അമ്മാമ്മ? നമ്മള് ഒരു കൈയോട് അവിടെ തെറ്റിട്ടുണ്ട്, ഒരു കൈയോടും കൂടെ എന്നിടും അല്ലേ? ചേന ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിയണം. അപ്പൊ നമ്മുടെ ചേന നമ്മൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് കഴുകണം. പിന്നെ ഇത് രണ്ട് ഉള്ളൊക്കെ കഴുകണം കേട്ടോ. എൻ്റെ കൈയൊക്കെ നല്ല ചൊറിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ബാവച്ചി ഇത് നേരത്തെ ഒന്നും പറയാത്തതെന്ന് തോന്നുന്നു. അരിയണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാവാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. കൈ ചൊറിയും എനിക്കറിയാം. അവിടെ ചൊറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. കൈയെല്ലാം ചെറിയൊക്കെ ചൊറിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ നല്ല 2-3 വെള്ളം നല്ല രീതിയിൽ കഴുകിയൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ ചേനയൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നേരതാ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് എടുക്കുന്നു. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല മുക്കി വെള്ളം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അടുപ്പിലോട്ട് വയ്ക്കണം അല്ലേ? അടുപ്പിലോട്ട് വച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? തീയും കൂടെ കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് അടുപ്പിലാണ് വയ്ക്കുന്നത് കേട്ടോ. തീ അടുപ്പും വെച്ചു. ഇതാ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്നതിന് വേണ്ടി നമ്മൾ ഇതിൽ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചത് പെട്ടെന്ന് വേണം. നമുക്കപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്ത് അടച്ചു. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവണ സമയത്ത് നമുക്ക് ഒരു ഐറ്റം പോയി എടുത്തിട്ട് വരാൻ കേട്ടോ. കാന്താരി വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര കാന്താരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ അരി മതി. കൂട്ടത്തിൽ നമ്മളിത് ഒരു സവാളയും കൂടെ ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാമേ. നമ്മൾ സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സവാള നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് സവാളയും നമ്മുടെ മുളകും കൊണ്ട് കൂട്ടത്തിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഇവിടെ ഇത് അടിപൊളിയായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടേ കൂട്ടുകാരെ, അടിപൊളിയല്ലേ? സൂപ്പറായിട്ട് ഇതാ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതാ നമ്മളെ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിലിത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ഇത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു ഇല മുറിക്കണം. അപ്പോൾ ഇത് ഒരു വാഴ ഇല അങ്ങ് മുറിക്കാം കേട്ടോ. ഗെയ്സ്, അപ്പോൾ നമ്മുടെ ചേന ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ വെച്ചെന്ന് പറഞ്ഞല്ലോ. ചേന എന്ന് പറഞ്ഞാൽ സമയം കൂടുതൽ വേണം. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം, ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കട്ട ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെള്ളം നമ്മളിതാ കട്ടൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കാം. അപ്പോൾ ഇതാ കട്ടനായിട്ടുള്ള വെള്ളം നമ്മളെടുത്ത് വെച്ചു. പിന്നെ അതും കൂടി ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചേന വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ തോർത്തണേ. അങ്ങനെ നമ്മുടെ കട്ടന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചേനയും ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ കഴിക്കാൻ പരുവത്തിനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എവിടെ വയ്ക്കണം? ഇവിടെ കൊണ്ടുവന്ന് തട്ടയണേ, നമുക്ക് കഴിക്കണ്ടേ അതിന് വേണ്ടി. കണ്ടല്ലോ, സെറ്റാണ്. അടിപൊളി. ഇതാ കട്ടൻ ചമ്മന്തി, നമ്മുടെ എന്താണ് ചേന. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ആയിരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ചേന അവിച്ചത് അഥവാ പുഴുങ്ങിയത് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പുഴുങ്ങിയതും നമ്മുടെ കാന്താരി മുളകും സവാളയും കൂടെ ഉള്ള ചമ്മന്തിയും കട്ടനുമാണ് കേട്ടോ. അപ്പം ഇത് കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.